Hi, welcome back. And this is part 2 of Teaching Aptitude. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെന്റ്സ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ടീച്ചിങ്ങിന്റെ ആ ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവമാണ്. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് ടീച്ചിങ്ങിന്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കി നമുക്ക് തുടങ്ങാം. അല്ലെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ആർ ദ ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പൊ ഈ ഓരോ ഡെഫിനിഷൻസും എന്താണ് ആ ഒരു ഡിഫൈൻ ചെയ്ത വ്യക്തിയുടെ കാഴ്ചപ്പാട്, ആ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചാണ് ഈ ഓരോ ഡെഫിനിഷനും വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യം ജോൺ ഡൂയിയുടെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അദ്ദേഹം എന്താ പറയുന്നത്? ടീച്ചിങ് ഇസ് ദ മാനിപ്പുലേഷൻ ഓഫ് സിറ്റുവേഷൻസ് where students will attain insight and skills through their interactions and efforts. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സാഹചര്യങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ അല്ല, മാനിപ്പുലേഷൻ ആണ്. ഇപ്പൊ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മള് മനഃപൂർവം എന്നുള്ള നിലയിൽ നമ്മൾ ഓരോ സാഹചര്യത്തെ മാറ്റിയെടുക്കുന്നതാണ് ടീച്ചിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടുള്ള മാനിപ്പുലേഷൻ ഇവിടെ നടക്കുന്നത്? കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന് കൃത്യമായ ഒരു ഇൻസൈറ്റ് ലഭിക്കുക. എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത്, എന്തിനെ കുറിച്ചാണോ പഠിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് ലഭിക്കുക. അതേപോലെ അവർക്ക് സ്കിൽസ് ഉണ്ടാകുക. എങ്ങനെയാണ് സ്കിൽസ് ഉണ്ടാകേണ്ടത്? ത്രൂ ഇനിഷ്യേഷൻസ് ആൻഡ് എഫേർട്സ്. അപ്പോ ഓരോ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതനുസരിച്ച്, ഓരോ എഫേർട്ട് ഇടുന്നതനുസരിച്ച്. ഓക്കെ, അതേപോലെ ഗേജ് എന്താണ് പറഞ്ഞേക്കുന്നത് ടീച്ചിങ്ങിനെ കുറിച്ച്? ടീച്ചിങ് ഇസ് എൻ ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് വ്യക്തികൾ തങ്ങളിലുള്ള ഒരു സംവാദം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ രണ്ട് വ്യക്തികൾ തങ്ങളിൽ നടക്കുന്ന ഈ ഒരു ഇന്ററാക്ഷനിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കുകയാണ്. അതൊരു ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയാനുള്ള കാര്യം. ആൻഡ് ഈ ഇൻഫ്ലുവൻസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസിന്റെ ഫോക്കസ് എന്താണ്? ഓൺ മോഡിഫൈങ് the behavior potential of another individual. അപ്പം മറ്റു ഒരു വ്യക്തിയുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന ആ ഒരു ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ് ടീച്ചിങ് എന്നാണ് ഗേജ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ സുപ്രധാനമായ ഒരു ഡോക്യുമെന്റ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ NEP 2020 എന്ന് ഷോർട്ടാക്കി നമ്മൾ പറയുന്ന ഈ ഒരു പോളിസി. അപ്പം NEP 2020 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലൈനില് നമ്മളിപ്പോ ഈ ഗേജിന്റെയോ അല്ലെങ്കിൽ ഡൂവിയുടെയോ ഒക്കെ ഡെഫിനിഷൻ നോക്കിയതുപോലെ ഒരൊറ്റ ലൈനില് ടീച്ചിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് NEP 2020 ഒരുപാട് ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോ 2020 എംഫസൈസ് ചെയ്യുന്ന എന്താണ്? ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ദ നേഷൻ. അതൊന്ന്. അപ്പോ ടീച്ചേഴ്സിനുള്ള ആ ഒരു പ്രധാനപ്പെട്ട റോൾ, അതായത് ഈ രാജ്യത്തിന്റെയും ഈ രാജ്യത്തെ സ്റ്റുഡൻസിന്റെയും ആ ഒരു ഫ്യൂച്ചർ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പങ്ക് ടീച്ചേഴ്സ് വഹിക്കുന്നുണ്ട് എന്ന് NEP 2020 പറയുന്നു. ഓക്കെ, അപ്പോ അത് ടീച്ചിങ്ങിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ടീച്ചിങ് ഇസ് എ പ്രൊഫഷൻ ദാറ്റ് റിക്വയർസ് മോട്ടിവേഷൻ, എംപവർമെന്റ് ആൻഡ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അപ്പൊ ടീച്ചേഴ്സിന് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ടീച്ചേഴ്സ് ഷുഡ് ബി എംപവേർഡ്. ടീച്ചേഴ്സിന് ആ ഒരു പവർ, ഒരു അധികാരം ഉണ്ടായിരിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ടീച്ചേഴ്സ് നടത്തണം. അപ്പോഴാണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ആ ഒരു ലേണിംഗ് ഔട്ട്കം സ്റ്റുഡൻസിന് ലഭിക്കുക. എന്തുകൊണ്ടാണ് ടീച്ചേഴ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നടത്തേണ്ടത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ അത് സ്റ്റാഗ്നന്റ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്, അല്ലെ? കാരണം പുതിയ പുതിയ മെത്തേഡ്സ് ടീച്ചിങ്ങിൽ വരുന്നത്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ടീച്ചിങ്ങിൽ വരുന്നത്. അപ്പൊ ഈ പുതിയ സംഗതികൾ ടീച്ചേഴ്സ് പഠിക്കുകയും അതവർ ഇന്റേണലൈസ് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യണം. കാലം മാറുന്നതനുസരിച്ച് വരുന്ന പുതിയ പുതിയ എല്ലാ മാർഗങ്ങളും ടീച്ചേഴ്സ് സ്വീകരിക്കണം. അപ്പൊ അവിടെയാണ് ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ടീച്ചറുടെ പ്രൊഫഷണൽ സ്റ്റഡീസ് എന്താണ്? ഒരു ടീച്ചർ ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന BEd, MEd അല്ലെങ്കിൽ TTC,
അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ ട്രെയിനിങ്, ഇതൊക്കെയല്ലേ ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു സ്റ്റഡീസ്. അപ്പോൾ ഒരിക്കൽ B.Ed നമ്മൾ പഠിച്ചതിന് ശേഷം ഓക്കെ, ടീച്ചിങ്ങിന് വേണ്ട എല്ലാം എനിക്കായി, ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല എന്നുള്ളതല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ്. മറിച്ച് ആ ഒരു വരുന്ന ചേഞ്ചസ്, സാങ്കേതിക വിദ്യകൾ, ഇപ്പം AI ഒത്തിരി അധികം ഡെവലപ്പായി വരുന്നു. ആ AI സാധ്യതകൾ ടീച്ചിങ്ങിന്റെ റോൾസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് അത് ഓരോ ടീച്ചേഴ്സും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. ഇനി അത് കൂടാതെ ഈ പോളിസി മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഒരുപാടധികം പെഡഗോജി, ടീച്ചർ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആൻഡ് റീഇൻഫോഴ്സിംഗ് ദ ഐഡിയ ദാറ്റ് ടീച്ചിങ് ഈസ് ആൻ ഇവോൾവിംഗ് ആൻഡ് ഡൈനമിക് പ്രൊഫഷൻ. ഓക്കെ, അപ്പം NEP 2020 ഈ പോളിസിയിൽ പ്രത്യേകിച്ച് ഒന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ഈ ടീച്ചിങ് എന്ന് പറയുന്നത് തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡൈനമിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എന്ന് പറഞ്ഞുറപ്പിക്കുകയാണ് ഈ പോളിസി. അതിൽ എന്താണ് പറയുന്നത്? പല ആസ്പെക്ട്സ് ടീച്ചിങ്ങിൻ്റെത്. അതിലൊന്ന് പെഡഗോജി, അതായത് ഒരു 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 വ്യക്തിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്യുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മാർഗങ്ങളാണ് ഈ പെഡഗോജി എന്ന് പറയുന്നത്. ടീച്ചർ എഡ്യൂക്കേഷൻ, ഓക്കെ, ഒരു ടീച്ചർ ആകാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ആണ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടീച്ചേഴ്സിന്റെ ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ട്രെയിനിങ് എടുത്ത് ഒരു പ്രൊഫഷണൽ ടീച്ചർ ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് അവിടെ നടക്കണം എന്നുള്ളതിന് ഒരു പ്രാധാന്യം ഈ പോളിസി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസും കൂടെ ഇവിടെ കൊണ്ടുവരാൻ ഉള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് ഞാൻ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ടീച്ചിങ്ങിന്റെ സ്ട്രക്ചർ എന്താണ്? ടീച്ചിങ് ഇസ് എൻ ആർട്ട് ആൻഡ് എ സയൻസ് എന്ന് നമ്മൾ തുടക്കത്തിൽ നോക്കിയിരുന്നു. ഇപ്പൊ ടീച്ചിങ് ഒരു കലയാണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ടീച്ചിങ് ഇസ് എ സയൻസ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ടീച്ചിങ് ഇസ് എൻ ആർട്ട് ആൻഡ് എ സയൻസ്. അപ്പൊ അതിന്റെ ആർട്ട് പരമായ കാര്യം എന്താണ്? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, ഒരു ടീച്ചർ ആകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും ഇൻബോൺ ആയിട്ട് ഒരു ഉൾവിളി ഉണ്ട് എന്ന് കണക്കാക്കും. ഓക്കെ, അത് ആർട്ടിന്റെ ഒരു കുഞ്ഞു ഡെഫിനേഷൻ ആണ് ഞാൻ അവിടെ തന്നത്. പക്ഷേ ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് അതർ തിങ്സ്. പക്ഷെ ടീച്ചിങ് ഒരു സയൻസ് എന്ന് പറയുമ്പോഴോ, സയൻസിന്റെ ഒരു പ്രത്യേകത എന്താണ്? സയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് സയൻസ് എന്ന് പറയണമെങ്കിൽ അതിൽ ഓൾറെഡി റിസർച്ച് നടത്തി എംപെറിക്കൽ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് കണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന പ്രൂഫ് അതിനുണ്ടായിരിക്കണം. അതൊക്കെയാണ് സയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ ഒരു സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെ ഏതൊരു സംഗതിക്കും ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ ഒരു എക്സ്പെരിമെന്റ് ആരെങ്കിലും ഒരാൾ ചെയ്ത് വിജയിപ്പിച്ച ഒരു എക്സ്പെരിമെന്റ് എന്ന് നമ്മൾ കണക്കാക്കുക. ആ ഒരു എക്സ്പെരിമെന്റ് എത്ര തവണ നമ്മൾ അത് ലാബിൽ റിപ്പീറ്റ് ചെയ്താലും ആ എക്സ്പെരിമെന്റിന്റെ ഒറിജിനൽ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് തന്നെയാണ് ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ 1000 തവണ ചെയ്താലും അതിന്റെ എൻഡ് റിസൾട്ട് സെയിം ആയിരിക്കും. കാരണം എന്താ? അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതേപോലെ ടീച്ചിങ്ങിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഈ സ്ട്രക്ചറിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പ്ലാനിങ്, മറ്റൊന്ന് ഓർഗനൈസേഷൻ, മറ്റൊന്ന് എക്സിക്യൂഷൻ, ആൻഡ് അടുത്തതൊന്ന് ഇവാലുവേഷൻ ആണ്. അപ്പൊ ഇത്രയാണ് ടീച്ചിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം. അപ്പൊ എന്താണ് ഈ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്ക്? പ്ലാനിങ് എന്ന് പറയുന്നത് ഇസ് ദി ഇനിഷ്യൽ സ്റ്റേജ് ഇൻ ദ ടീച്ചിങ് പ്രോസസ്. ടീച്ചിങ് പോലും തുടങ്ങുന്നതിന് മുന്നേ നടക്കുന്ന സംഗതിയാണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോ ഇനി വരാൻ പോകുന്ന ആ ഒരു വർഷത്തേക്ക് വരാൻ പോകുന്ന ലെസൺസ് എന്തൊക്കെയാണെന്ന് ടീച്ചർ പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ ഈ പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സിന് എന്തൊക്കെ കോണ്ടന്റ് അവിടെ പഠിപ്പിക്കണം എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് നടത്തണം. അപ്പൊ ആ സിലബസ് പ്രകാരം എടുത്തു വെച്ചിട്ട് ആ ഒരു അനാലിസിസ് നടത്തുന്നു. അതേപോലെ എന്താണ് ആ ഒരു ലേണിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ആ ഒരു പഠനം കൊണ്ട് എന്താണ് കുട്ടികൾ നേടേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ അവസാനം എന്ത് നേടണം, അതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് പലപ്പോഴും നമുക്ക് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വരും, അത് തന്നെ ലെസൺ പ്ലാനിന്റെ ഭാഗമായിട്ട് വരും. ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഈ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഈ ഒരു ടീച്ചിങ് സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. അപ്പൊ അത് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നൊരു ടെസ്റ്റ് നടത്തി നമുക്ക് നോക്കണമെങ്കിൽ
അത് അവിടെ ഉണ്ടാകണം, ഒബ്ജക്റ്റീവ് അവിടെ ഉണ്ടാകണം അല്ലെ. കാരണം എപ്പോഴും ടെസ്റ്റ് ഇസ് കണ്ടക്ടഡ് അഗെയിൻസ്റ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് നമ്മൾ നേരത്തെ തീരുമാനിക്കുന്നതാണ്. എന്നിട്ട് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. സിലബസിന്റെ ഭാഗമായിട്ട് ലെസൺ പ്ലാൻ ഉണ്ടാകില്ല. ലെസൺ പ്ലാൻ എപ്പോഴും ആ പഠിപ്പിക്കുന്ന ടീച്ചർ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ എപ്പോഴും ടീച്ചർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു റോഡ് മാപ്പ് ആയിട്ട് മാറും. അത് ആ ടീച്ചിങ് സെഷൻസ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിന്റെ ആ ഒരു റോഡ് മാപ്പ് ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു റോഡ് മാപ്പ് കൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തുന്നത് എന്താണ്? എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ആൻഡ് ആ ഒരു ലെസൺ കൃത്യമായിട്ട് ആ ഒരു ഓവറോൾ കരിക്കുലം ഗോൾസ് എന്താ, ആ ഗോൾസിന് അലൈൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കും എന്നുള്ളത്. ഇനി അടുത്തത് ഇസ് ദി ഓർഗനൈസേഷൻ. എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് arranging the content and teaching strategies in a logical and coherent manner. അപ്പോൾ ആ ഒരു ടീച്ചിങ് കോണ്ടന്റ്, നമ്മൾ ടീച്ചിങ് മെറ്റീരിയൽസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മൾ ഈ കോണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്താണോ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ട്രാറ്റജീസ് അനുസരിച്ച് ഒരു ലോജിക്കൽ ഫ്ലോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് ലെക്ചർ മെത്തേഡ് ആണോ, ഒരു എക്സ്പെരിമെന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ ഇത് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്, ഈ മെത്തേഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ പ്രായം, എന്ത് സബ്ജക്റ്റ് അവർ പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതാണ് ഓക്കെ, ആ മെത്തേഡ് തിരഞ്ഞെടുക്കുക. അതേപോലെ എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് വേണം ഈ ഒരു ലെസൺ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവിടെയും കഴിഞ്ഞില്ല, ആ ഒരു ക്ലാസ് റൂമില് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം, ഒരു ക്ലാസ് റൂം എൻവയൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണ്ടേ, എങ്കിലല്ലേ ആ ഒരു ലേണിംഗ് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മിനിമം ഒരു ക്ലാസ് റൂമിൽ ഡെസ്കും ബെഞ്ചും ഉണ്ടാകണം, അതേപോലെ ഒരു ബ്ലാക്ക് ഓർ വൈറ്റ് ബോർഡ് ഉണ്ടാകണം. മിനിമം ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഒരു ടീച്ചിങ് അതിന്റെ ഏറ്റവും മിനിമം രീതിയിൽ ടീച്ചർക്ക് ചെയ്തു പോകാനായിട്ട് കഴിയുള്ളൂ. ഇന്നത്തെ ക്ലാസ് റൂം അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ ക്ലാസ് റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ബ്ലാക്ക് ബോർഡും ഡെസ്കും ബെഞ്ചും മാത്രമല്ല, ഫാൻ ഉണ്ട്, നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആയിരിക്കും, ആവശ്യത്തിലധികം ലൈറ്റ്സ് ഉണ്ട്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്, ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് ടീച്ചേഴ്സിന് ഇന്നത്തെ ക്ലാസ് റൂംസിൽ യൂസ് ചെയ്യാനായിട്ട് അല്ലെ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആ ഒരു ഓരോ ഇവന്റ്, ക്ലാസ്സിൽ നടക്കാൻ പോകുന്ന ഓരോ ഇവന്റിനെയും ഒരു ലോജിക്കൽ മാനറിൽ, ഒരു സീക്വൻസിൽ അത് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അടുക്കി പറക്കി വെക്കൽ എന്നുള്ളതാണ് അതിന്റെ ഒരു മലയാള തർജ്ജമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ എന്താ പറയേണ്ടത്, എഫക്റ്റീവായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെസൺ വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുമെന്നും കുട്ടികൾക്ക് അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയും ചെയ്യും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇസ് എക്സിക്യൂഷൻ. ടീച്ചിങ്ങിന്റെ സ്ട്രക്ചറിന്റെ സ്റ്റേജസ് ആണ് നമ്മൾ ഈ പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എക്സിക്യൂഷൻ ആണ് അടുത്തത്. അപ്പം എക്സിക്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, നടപ്പാക്കി എടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതാണ് ആ ഒരു ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ. എന്തിന്റെ? നമ്മുടെ ലെസൺ പ്ലാനിന്റെ ആ ഒരു ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ ഇത്. അപ്പൊ ഇവിടെ ടീച്ചിങ്ങിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഡെലിവറി ഓഫ് ദ കോണ്ടന്റ് അല്ലെങ്കിൽ ഡെലിവറി മെത്തേഡ്സ് എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ പറയും. അപ്പൊ ഡെലിവറി എന്ന് പറഞ്ഞാൽ ആ ടീച്ചർ കുട്ടികൾക്ക് അത് പാഠം പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡാണ് ഡെലിവറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഈ ഒരു എക്സിക്യൂഷനിൽ വരുന്നത്? ഡെലിവറി ഓഫ് ദ കോണ്ടന്റ്. ആ ഡെലിവറി നടത്തുന്നത് തന്നെ പല തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ആ സെയിം കോണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത്. അവിടെ ലെക്ചേഴ്സ് ഉണ്ടാകാം, ഡിസ്കഷൻസ് ഉണ്ടാകാം, ഡെമോൺസ്ട്രേഷൻസ് ഉണ്ടാകാം, അവർക്ക് ചെയ്ത് പഠിക്കില്ല, അതായത് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാകാം. അപ്പൊ ഈ ഒരു ഫേസില് ടീച്ചർ വളരെ ആക്റ്റീവ്
ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യും എന്നുള്ളതാണ് സ്റ്റുഡൻസുമായിട്ട്. സി, ടീച്ചറിന്റെ ആക്റ്റീവ് എൻഗേജ്മെന്റ് ഉണ്ട്, ടീച്ചറിന്റെ പാസീവ് എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പം ആക്റ്റീവ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ടീച്ചർ മുൻകൈ എടുത്ത് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ടീച്ചറിന്റെ ഒരു പാസീവ് എൻഗേജ്മെന്റ് എന്ന് പറയുമ്പം ടീച്ചർ അവിടെ മുൻകൈ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ ടീച്ചർ ആക്റ്റീവ് അല്ല. ഇൻ ദ സെൻസ് ടീച്ചർ അവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആകുകയാണ്. കുട്ടികൾ സ്വയം പഠിക്കാനുള്ള മാർഗം മാത്രം പറഞ്ഞു കൊടുത്തിട്ട് ടീച്ചർ മാറി നിന്ന് അവരെ വീക്ഷിക്കുകയാണ്. അവർക്കൊരു ബുദ്ധിമുട്ടുള്ളപ്പോൾ അങ്ങോട്ട് ചെന്ന് അവർക്ക് വീണ്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. പഠിക്കുന്നത് അവർ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്ത് പഠിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ കുട്ടികളോട് തന്നെ റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? അപ്പം ഇവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ടീച്ചർ ആക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ടീച്ചർ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, ടീച്ചർ അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നു, ആൻഡ് ടീച്ചർ അവരുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ഫൈനലി ഇവാലുവേഷൻ ഇല്ലാതെ ഒരിക്കലും ടീച്ചിങ് പ്രോസസ് കംപ്ലീറ്റ് ആകില്ല, അല്ലെ? കാരണം നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നോ അത് നമ്മൾ നേടിയെടുത്തോ എന്ന് നമ്മൾ അറിയണമല്ലോ. അതേപോലെ എന്റെ ടീച്ചിങ് മെത്തേഡ്സ്, ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ടീച്ചിങ് മെത്തേഡ്സ് എഫക്റ്റീവ് ആയിരുന്നോ? കുട്ടികൾക്ക് അത് മനസ്സിലായോ? ഏത് ഭാഗമാണ് ഇനി അവർക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്? ഈ പഠിച്ചത് അവർക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അതൊക്കെയാണ് ഇവാലുവേഷൻ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് ടീച്ചിങ് പ്രോസസ്സിന്റെ ഫൈനൽ ഫേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ടീച്ചർ ആക്ച്വലി ഒരു അസസ്മെന്റ് നടത്തുന്നു. അസസ്മെന്റ് പല രീതിയിൽ അസസ്മെന്റ് നടത്താം. ടെസ്റ്റ് നടത്താം, വാക്കാൽ ചോദ്യങ്ങൾ ചോദിച്ച് നടത്താം, അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് എങ്ങനെ അവർ ചെയ്യുന്നു എന്ന് നോക്കി അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ ആ ഒരു ലെസൺ പഠിപ്പിച്ചതിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റീവ്നെസ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഫോർമൽ അസസ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റ്, ക്വിസ്, അതിലൂടെയൊക്കെ. ഇനി അതല്ലെങ്കിൽ ഇൻഫോർമൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ തന്നെ വേണമെങ്കിൽ കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഓരോ ഗ്രൂപ്പും വന്നത് ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഓരോ കുട്ടികളും വന്ന് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. എന്നിട്ട് എന്താ പറയേണ്ടത്? ടീച്ചേഴ്സ് ഇവിടെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഒബ്സർവ് ചെയ്യുകയാണ്. ആൻഡ് ഈ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതിന്റെ ഫീഡ്ബാക്ക് കൃത്യമായിട്ടും സ്റ്റുഡൻസിന് നൽകണം. അതേപോലെ ആ കിട്ടുന്ന ഇൻസൈറ്റ്സ്, ആ ഒബ്സർവേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ് നമ്മൾ ഉപയോഗിച്ച് ഫ്യൂച്ചറിലെ നമ്മുടെ ടീച്ചിങ്ങും ലേണിങ്ങും പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻ ഉപയോഗിക്കാം. ഇനി ഞാൻ ഈ പഠിപ്പിച്ചതിലൂടെ ഇനി എന്ത് ഞാൻ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്നതിൽ നിന്ന് എന്ത് ഞാൻ കുറയ്ക്കണം, ഇനി എന്ത് അഡീഷണൽ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടി വരിക എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പറ്റും ഈ ഇവാലുവേഷന്റെ റിസൾട്ട്സ് കൊണ്ട് എന്നാണ്. അപ്പൊ ഈ ഓരോ സ്ട്രക്ചറിൽ വരുന്ന ഈ ഓരോ ഘടനയുടെയും എക്സാമ്പിൾസ് ഒക്കെ ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലാസ്സിൽ ഇപ്പം ഈ ഒരു ലെക്ചർ സമയത്ത് ഞാനത് പറയുന്നില്ല എന്ന് വെച്ചു, കാരണം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസാ. നിങ്ങൾക്ക് തന്നെ അത് ഓൾറെഡി റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് യു ജസ്റ്റ് ഗോ ത്രൂ ദ നോട്ട്സ്. കാരണം നോട്ട്സ് നോക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ വായിക്കാനുണ്ടാവണമല്ലോ. സോ അത് ഞാനത് നോട്ട്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഓവറോൾ ആ ഒരു ടീച്ചിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പൊ ഈ ഒരു സൈക്കിൾ ഓഫ് ടീച്ചിങ്ങില് വളരെ കൃത്യതയോട് കൂടിയുള്ള പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, എക്സിക്യൂഷൻ ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇവാലുവേഷന്റെ ഫലം കുട്ടികൾ നേടിയില്ല ഒന്നും എന്നാണെങ്കിൽ വീണ്ടും അതേ ലെസൺ തന്നെ പ്ലാനിങ്ങിലേക്ക് പോകണം, എന്നിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, വീണ്ടും ഇവാലുവേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോ അതാണ് ആ ഒരു ടീച്ചിങ്ങിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതോടുകൂടി ടീച്ചേഴ്സിന് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉള്ള എൻഗേജിങ് ആയിട്ടുള്ള ലെസൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ടു എന്താ പറയേണ്ടത് ടു പ്രൊമോട്ട് സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് അച്ചീവ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ ഒരു ടീച്ചിങ്ങിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി എന്താണ് ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ അതിന്റെ എയിംസ് എന്താണ്, ടീച്ചിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് നമ്മൾക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ആ ഒരു ഔട്ട്കം. ഈ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്കം എന്തായിരിക്കണം സാധാരണഗതിയിൽ? ഔട്ട്കം എന്ന് പറയുമ്പോഴത്തേക്ക്
അപ്പോൾ ഔട്ട്കം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു നേട്ടം അവിടെ ഉണ്ടാകണം എന്നുള്ളതാണല്ലേ. അപ്പോ എന്താ പറയേണ്ടത്, ഈ ഒബ്ജക്റ്റീവ്സ് ആണ്. ഞാൻ കഴിഞ്ഞ സ്ലൈഡില് ഞാൻ ആ സ്ട്രക്ചർ പറയുന്ന സമയത്ത് ഞാൻ ഒബ്ജക്റ്റീവ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. അപ്പോ ഈ ഒബ്ജക്റ്റീവ്സ് ആണ് ശരിക്കും ആ ഒരു പ്ലാനിങ്ങിനെയും ഡെലിവറിയെയും ഇവാലുവേഷനെയും ഗൈഡ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് ആണ്. കാരണം ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യേണ്ടത്. ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതേപോലെ ഈ ഒബ്ജക്റ്റീവ്സ് നേടിയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവാലുവേഷൻ നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, അപ്പോ ഈ ഒരു എന്താ പറയേണ്ടത്, എന്തൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് ജനറൽ ആയിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഫെസിലിറ്റേറ്റിംഗ് സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതൊന്ന്. അപ്പോ ഫെസിലിറ്റേറ്റിംഗ് കുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് നമുക്ക് പറയാം, ആ സ്റ്റുഡൻസിന്റെ പഠനം, അവരുടെ ലേണിങ്ങും അവരത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളതിനെ ഉറപ്പുവരുത്തുക, അതിനെ സാധൂകരിക്കുക. അതല്ലേ ഫെസിലിറ്റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇപ്പൊ ഫെസിലിറ്റേറ്റിംഗിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്? ഒന്ന്, നോളജ് എക്വിസിഷൻ. നോളജ് എക്വിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്റ്റുഡൻസിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എസെൻഷ്യൽ ആയിട്ടുള്ള നോളജ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി മറ്റൊന്ന്, അതായത് ഈ ഒരു ഫെസിലിറ്റേറ്റിംഗിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയോ എന്നുള്ളത്. ഇപ്പൊ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ ലെസണിന്റെയും ഭാഗമായിട്ട് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ അണ്ടർലൈങ് പ്രിൻസിപ്പിൾസ് അവിടെ ഉണ്ടാകും. ഈ കോൺസെപ്റ്റും പ്രിൻസിപ്പിൾസും അവർക്ക് വ്യക്തമായി മനസ്സിലാക്കിയോ എന്ന് ഉറപ്പുവരുത്തണം. ആൻഡ് ഫൈനലി ഈ നോളജ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയണം. അതിനാണ് അപ്ലൈയിങ് ദ നോളജ് എന്ന് പറയുന്നത്. അപ്പോ അവർ ഈ പഠിച്ച തിയറി അല്ലെങ്കിൽ അവർ ഈ പഠിച്ച കോൺസെപ്റ്റ് അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി കൊടുക്കുക. ഇനി മറ്റൊരു ഒബ്ജക്റ്റീവ് വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു എന്താ പറയണ്ട, ഒരു ടീച്ചർ ആയിരിക്കുന്നിടത്തോളം ടീച്ചറുടെ ജീവിതത്തിൽ ഫുള്ള് ഇത് തന്നെയായിരിക്കും. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ കുറിച്ച്, ഒരു പ്രശ്നത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ ആഴത്തിൽ അതിന്റെ ഗുണങ്ങളും പോരായ്മകളും എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിന്റെ ഭാഗമായിട്ട് ഒന്ന് അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കിൽസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാല് നമുക്കൊരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്ത് അതിനെ എന്താ പറയേണ്ടത്, കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക അതിന്റെ പല കമ്പോണൻസും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ലിറ്ററേച്ചർ ക്ലാസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു നോവൽ പഠിപ്പിക്കുന്നു എന്ന് കണക്കാക്കുക. ആ നോവലിന് തന്നെ പല ഇന്റർപ്രിട്ടേഷൻസ് വരാം. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ആ അനലിറ്റിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. കുഞ്ഞു ക്ലാസ്സുകളില് നമ്മൾ ഒരു കുട്ടിയെ ഒരു ആപ്പിൾ അതിന്റെ ഷേപ്പ് പഠിപ്പിക്കും, കളർ പഠിപ്പിക്കും, ഒരു പക്ഷേ അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് പറയും. അപ്പൊ അവിടെ വലിയ അനാലിസിസ് വരുന്നില്ല. ഇവര് വളർന്ന് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഇതേ ആപ്പിൾ തന്നെ എടുത്തിട്ട് നമ്മൾ വീണ്ടും പഠിപ്പിക്കുന്ന അതിനകത്ത് എന്തൊക്കെ വിറ്റമിൻസ് ഉണ്ട്, ആൻഡ് ഈ ആപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ജാം ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അനാലിസിസിലേക്ക് പോവുകയാണ്. ആൻഡ് മറ്റൊരു സംഗതി, ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, അവിടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ആണ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്? നമുക്ക് ഓരോ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ പലപ്പോഴും നമ്മൾ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ചിലപ്പോ നമുക്ക് ഓൾറെഡി ഇതേ തരത്തിലുള്ള ഒരു പ്രശ്നം മുന്നേ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെയും ചിലപ്പോൾ വർക്കായെന്ന് വരും. അപ്പൊ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു സ്ട്രാറ്റജി എടുത്ത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ പ്രശ്നം പരിഹരിക്കുന്നതിന് സ്ട്രാറ്റജി ഉണ്ട് എന്ന് നമുക്കറിയാം.
അപ്പോ ഒരു പുതിയ തരം പ്രശ്നമാണ് നമ്മൾ നേരിടുന്നതെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ പുതിയതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ എത്തണം. അതാണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതും നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. അപ്പൊ ഇൻഫോംഡ് ഡിസിഷൻസ് എന്ന് നമ്മൾ എപ്പോഴും പറയും. ഇൻഫോംഡ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാല് ആ ഒരു സംഗതിയെ കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ പോരായ്മകൾ എന്താണ്, ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. മാത്രമല്ല ആ ഒരു തീരുമാനം എടുക്കുമ്പം ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, അതിന്റെ പ്രത്യാഘാതം എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യും എന്നൊക്കെയുള്ളത് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. അപ്പൊ ലോജിക്കൽ ആയിട്ടുള്ള ഒരു റീസണിങ്, ഒരു അനാലിസിസ് ഒക്കെ നടത്താനുള്ള കഴിവുകളാണ് ഈ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംഗതി ഇവിടെ എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ആണ്. അപ്പൊ വീണ്ടും ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ട് അപ്പോഴേ നമുക്ക് പുതിയതിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പോ എന്താ പറയേണ്ടത്, ഇവിടെ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കുട്ടികൾക്ക് ഇമാജിനേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ ആൻഡ് അവരുടേതായ ഒറിജിനൽ ഐഡിയാസ് മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി. ഓക്കെ. ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക അല്ലെ. ഇന്നോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയതായിട്ടുള്ള ഒരു പരിഹാരം. എല്ലാ ദിവസവും ടെക്നോളജി അഡ്വാൻസ് ചെയ്യും. ഈ ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരും. അപ്പൊ ഈ പുതിയ പുതിയ പ്രശ്നങ്ങൾ പുതിയ പ്രശ്നമായതുകൊണ്ട് തന്നെ അതിന് പഴയ പരിഹാരമില്ല. അപ്പൊ പുതിയ പരിഹാരങ്ങളിലേക്ക് നമ്മൾ പോകണം. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഇന്നോവേഷൻ ഈസ് ഓൾ അബൌട്ട്. പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, പുതിയ ഗാഡ്ജറ്റ്സ് ഡെവലപ്പ് ചെയ്യുക, അതൊക്കെ. ആൻഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് എക്സ്പ്രഷൻ, നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുക. കുട്ടികൾ അവരെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സംഗതി, അവരുടെ ആശയം, അവരുടെ ഐഡിയ, അവരുടെ ചിന്തകള് അവർക്ക് പല രൂപത്തിലായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ പലതരത്തിലുള്ള ആർട്സ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടിക്ക് പാട്ട് എഴുതാൻ കഴിയുമെങ്കിൽ അവൻ പാട്ടിലൂടെ അവന്റെ ചിന്തകളാണ് ഒരു പക്ഷേ അവൻ എക്സ്പ്രസ് ചെയ്യുന്നത്. പടം വരയ്ക്കാൻ കഴിയുമെങ്കിൽ ആദ്യം ആ പടത്തിന്റെ കോൺസെപ്റ്റ് അവന്റെ മനസ്സിൽ വന്ന് ആ ഒരു ഐഡിയ, അതാണ് ആ ഒരു ആർട്ടിലൂടെ കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോ ഈ എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് നല്ല പോലെ അവരെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് ഒബ്ജക്റ്റീവ്സിന്റെ ഭാഗമായിട്ട് മറ്റൊന്ന് പ്രൊമോട്ടിംഗ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. പേഴ്സണൽ ഡെവലപ്മെന്റ്, ആ ഒരു വ്യക്തിയുടെ സെൽഫിന്റെ ഡെവലപ്മെന്റ് ആണ് ആ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സെൽഫ് അവെയർനെസ് ആൻഡ് കോൺഫിഡൻസ് ആ ഒരു സ്റ്റുഡന്റില് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സെൻസ് ഓഫ് സെൽഫ്, ഞാൻ എന്ന വ്യക്തി എന്താണ് എന്റെ ഗുണങ്ങൾ, എന്താണ് എന്റെ പോരായ്മകൾ ഞാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ഏരിയയിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഏരിയയിൽ എന്റെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നത്. എന്റെ കോൺഫിഡൻസ് അവിടെ വർദ്ധിച്ച് ആ ഒരു ഏരിയയിൽ എനിക്ക് നല്ലതുപോലെ പ്രവർത്തിക്കാനായിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്റെ കഴിവ് ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കുകയാണ് അല്ലെ. അപ്പൊ അതാണ് സെൽഫ് അവെയർനെസ്സും കോൺഫിഡൻസും. അതേപോലെ സോഷ്യൽ സ്കിൽസ് അല്ലെ. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളില്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമൂഹത്തില് ആ ഒരു കുട്ടിയുടെ സ്ഥാനം എന്താണ്, ആ ഒരു കുട്ടിക്ക് എന്താണ് കുട്ടിയുടെ റോൾ അവിടെ, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് മാതാപിതാക്കളോട്, പേരൻസിനോട്, അയൽക്കാരോട്, സുഹൃത്തുക്കളോട് എങ്ങനെ അവർ പെരുമാറണം, എന്ത് സംസാരിക്കണം, എങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കണം, ഒരു ക്ലാഷ് ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ എങ്ങനെ പരിഹരിച്ച് മുമ്പോട്ട് പോകണം. അതാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെട്ട മാർഗങ്ങളായിരിക്കണം. ആൻഡ് ദെൻ കംസ് ദ സിവിക് റെസ്പോൺസിബിലിറ്റി. അപ്പൊ എന്താണ് സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ആസ് എ സിറ്റിസൺ ഓഫ് എനി നേഷൻ അല്ലെങ്കിൽ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, എനിക്ക് എന്റെ രാജ്യത്തോട് കുറെ കടമകളുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് എന്റെ ആ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്.
എന്റെ റൈറ്റ്സ് എന്താണ്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എന്റെ ഈ ഒരു രാജ്യം ഇത് ഇതേപോലെ നിലനിന്ന് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എന്റെ കടമ എന്താണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികളിൽ കൊണ്ടുവരുന്നതാണ് സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നോക്ക്, അപ്പൊ ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവിനകത്ത് നമ്മൾ എവിടെയെങ്കിലും കണ്ടോ ആ ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന്? അല്ല. 10ാം ക്ലാസ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇത് നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പരീക്ഷയല്ലേ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാടധികം ഘടകങ്ങളില്ലേ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയിൽ, അല്ലെങ്കിൽ ഏത് പരീക്ഷയായാലും നമ്മൾ നോക്കിക്കോളും, അതിനകത്ത് ഇതെല്ലാം വരുന്നില്ലേ. അപ്പോ ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടല്ല ടീച്ച് ചെയ്യുന്നത്, അല്ലെ പഠിപ്പിക്കുന്നത്. എന്താ പറയേണ്ടത്, ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, അതിനകത്ത് അവരുടെ അക്കാഡമിക് സക്സസ് ഉണ്ടാകണം. അതാണ് 10ാം ക്ലാസ് പാസ്സാവുക എന്ന് പറയുന്നത്. ഞാൻ 10 ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതേപോലെ അവരുടെ പേഴ്സണൽ ഗ്രോത്ത് അവിടെ ഉണ്ടാകണം. അവര് സൊസൈറ്റിയിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അംഗങ്ങളായി മാറണം. നേരത്തെ ആക്റ്റീവ് ടീച്ചിങ് ആൻഡ് പാസീവ് ടീച്ചിങ് എന്ന് പറഞ്ഞതുപോലെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യാതെ നമ്മൾ മാറി നിന്നാൽ എന്താണ് ശരിക്കും ആ ഒരു സമൂഹത്തിൽ സംഭവിക്കുക? ആ ഒരു സമൂഹം ഒരു പക്ഷെ സ്റ്റാഗ്നന്റ് ആയി നിന്നു പോകും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ടീച്ചേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഇവിടെയുണ്ട്. കണ്ടല്ലോ, ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്താണ്? ഇത് ടീച്ചേഴ്സിന് മാത്രമേ നേടിയെടുക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ്. അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇവിടെ ഉണ്ടാകണം. ആൻഡ് എന്താ പറയേണ്ടത്, എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ദ ലെസൺ ആണ് ഈ ഇൻസ്ട്രക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൺഗോയിങ് ആയിട്ടുള്ള അസസ്മെന്റ് ഉണ്ടായിരിക്കണം കുട്ടികളുടെ പ്രോഗ്രസിനെ കുറിച്ചും, ആ ഒരു ക്ലാസിന്റെ പ്രോഗ്രസ്, ടീച്ചറുടെ പ്രോഗ്രസ്, ഇതെല്ലാം വ്യക്തമായിട്ടൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഇനി അടുത്തത് നമുക്ക് എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ടീച്ചിങ്ങിന്റെ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ടീച്ചിങ് ഒബ്ജക്റ്റീവ്സിന്റെ ആസ്പെക്ട്സ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വി വിൽ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെസൺ. Thank you very much for watching this part, and you have a great day. Thank you.